അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നു. അന്നത്തെ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് ശ്രമം നടത്തിയത്. പക്ഷെ അതിൻ്റെ പീരീഡ് കൂടുതലായിട്ട് വന്നതിൽ ഒരു സന്തോഷമുണ്ട്. പിന്നെ അത് ചലഞ്ച് ചെയ്യണമെന്നുള്ളത് ഒക്കെ ആലോചിച്ചിട്ട് കാര്യത്തിൽ തീരുമാനമെടുക്കും. അപൂർവമായ കേസെന്നായിരുന്നു പ്രോസിക്യൂഷൻ. അത് ശിക്ഷാവിധിയൊക്കെ കോടതി തീരുമാനിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ചലഞ്ച് കാര്യങ്ങളൊക്കെ സീനിയർ ഓഫീസേഴ്സുമായിട്ട് ഡിസ്കഷൻ പോലീസ് പൂർണ്ണ തൃപ്തരാണോ? നമ്മുടെ ശിക്ഷ പിന്നെ വിധിയിൽ സംതൃപ്തിയാണ്. അതിൽ പിന്നെ അതിൻ്റെ പീരീഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അപ്പോൾ അതിന് പിന്നെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമ്മളൊരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പ്രതീക്ഷിച്ചു. അപ്പോൾ അതിൽ കോടതി തീരുമാനം അങ്ങനെ വന്നതുകൊണ്ട് അതിൽ സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ചലഞ്ച് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. വേണ്ടിയിരുന്നുള്ള ആഗ്രഹമായിരുന്നു. അല്ലാതെ അതിൻ്റെ നമ്മുടെ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളല്ലല്ലോ കോടതി പരിഗണനയിലെടുക്കുന്നു. പക്ഷേ ഈ കേസ് നേരിട്ട് കണ്ട ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്രൂരത വെച്ച് നോക്കുമ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു. അല്ല, അത് ഡിഫറൻറ്റ് പാരാമീറ്റേഴ്സിൽ ആണ് അതിൻ്റെ സംഗതികൾ വിലയിരുത്തപ്പെടുന്നത്. കോടതികളുടെ വിലയിരുത്തലുകളെ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ ആഗ്രഹങ്ങളും കോടതിയുടെ വിലയിരുത്തലും തമ്മിലുള്ളൊരു വ്യത്യാസം. അതിന് സാറിപ്പോൾ ജീവനിൽ സംതൃപ്തനാണ്. സാർ, ജീവനെന്ന് പറയുമ്പോഴും ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ശിക്ഷാളവിന് ഈ പ്രതിക്ക് നിയമപരമായിട്ട് ഇറങ്ങാം, കോടതിയെ സമീപിക്കാം. ഒരു ശിക്ഷാളവ് കിട്ടിയാൽ ഒരു സമയം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രതി പുറത്തേക്ക് ഇറങ്ങില്ലേ? അല്ല, അതിനൊക്കെ അങ്ങനെ പുറത്ത് അതിനൊക്കെ അതിൻ്റെ വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ടല്ലോ. അപ്പോൾ പുറത്തിറങ്ങുന്നതും ഇറങ്ങാത്തതും ഒക്കെ ഇവിടെ നമ്മുടെ സംവിധാനത്തിൽ വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അതിന് പ്രോസിക്യൂഷനും പോലീസിനും ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം ഒരു സമൂഹത്തിൻ്റെ സുരക്ഷിതമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആൾ ഓഫ് എ സഡൻ അങ്ങ് പുറത്തിറങ്ങും അല്ലെങ്കിൽ ഇത്തരത്തിൽ വീണ്ടും ആവർത്തിക്കും എന്നുള്ളൊരു ഇമ്പ്രഷനൊന്നും അതിനകത്തില്ല. അപ്പോൾ അത് അത്തരത്തിൽ അത് ഇതിൻ്റെ തുടർ നടപടികളും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും പോലീസ് അത് പരിശോധിച്ച് നോക്കുന്നതാണ്. മനോനില തകരാറിലായിരുന്നു എന്ന പ്രതിഭാഗത്തിന്റെ വാദം അത് കോടതി ഏതെങ്കിലും തരത്തിൽ ഉൾക്കൊണ്ടുവന്ന് കരുതുന്നു? അല്ല, അത് ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണല്ലോ അത് വിധിയുടെ ഒരു വിധി വ്യക്തമാക്കുന്നത്. അത് ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണല്ലോ. അങ്ങനെ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു വിധി വരേണ്ട കാര്യമില്ല. സാർ, ഈ ദൃക്സാക്ഷികളില്ലാത്തൊരു കേസായിരുന്നു ഇത്. നമുക്ക് ഈ അന്വേഷണ സംഘത്തെ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളെ അന്വേഷണ സംഘത്തെ സഹായിച്ചത് അയാളുടെ അതിനുശേഷമുണ്ടായിരുന്ന അയാളുടെ പെരുമാറ്റങ്ങളും പിന്നെ നമ്മുടെ ഡിജിറ്റൽ എവിഡൻസുകളും സാഹചര്യങ്ങളും ഒക്കെ ആയിരുന്നു. താങ്ക് യു സർ.